ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബലരാമനും അതുപോലെ തന്നെ ആ ക്രിമിനൽ ലോയറും കൂടി സംസാരിക്കാട്ടോ ചെയ്യുന്നത്. മറ്റൊന്നല്ല, ബലരാമന് ജാമ്യം അനുവദിച്ചു കൊടുക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ബലരാമൻ പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ബലരാമന് വാശിയും ദേഷ്യവും ഒന്നുകൂടി കൂടാട്ടോ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ സാഗറിൻ്റെ പണി തീർക്കണം എന്ന രീതിയിൽ തന്നെയാണ് സംസാരമൊക്കെ. എന്തായാലും പെട്ടെന്ന് തന്നെ ബലരാമൻ പുറത്തിറങ്ങും. ഈ വിവരം ഭാഗ്യശ്രീ അറിയുന്നു. അത് നേരെ വിളിച്ച് കൺമണിയോട് പറഞ്ഞു കൊടുക്കാട്ടോ ചെയ്യുന്നത്. ഇത് പ്രശ്നം ഗുരുതരമാണ്. ഇതിൽ ഒരു അന്തിമ യുദ്ധം എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് കൺമണി നടക്കാനായിട്ട് പോകുന്നത്. എല്ലാം തന്നെ നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും ക്രഷാണ് വലിയൊരു വാർത്ത അവിടെ അറിയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ബാംഗ്ലൂരിലുള്ള അലിഗയുടെ ഒരു കമ്പനിയിൽ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാട്ടോ ചെയ്യുന്നത്. മറ്റൊന്നല്ല, മാനസയാണെങ്കിലോ കൃഷ്ണ അങ്ങോട്ടേക്ക് നാട് കടത്താൻ വേണ്ടിയിട്ട് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ച് പോന്നിരിക്കുകയാണെന്നുള്ള രീതിയിൽ തന്നെ അവിടുന്ന് ഒരു കോൾ വരുന്നു കേട്ടോ. അതിനുശേഷം തന്നെ സാർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്നുള്ളത് ഈ വിവരം തന്നെ നമ്മുടെ ദേവിജി അന്വേഷിക്കുന്ന സമയത്ത് തന്നെ അവർ ചോദ്യം ചെയ്ത സമയത്ത് ഇതെല്ലാം തന്നെ ഒപ്പിച്ചിരിക്കുന്നത് മാനസയാണെന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. ഇതെല്ലാം അറിയുന്ന ആൻറ്റിയമ്മയ്ക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അവൻ്റെ മാനസയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് കൺമണിയെ തോൽപ്പിക്കാൻ ഏത് വഴിയും ഞാൻ സ്വീകരിക്കും, അതിന് ഇനി അലികയെ നശിപ്പിക്കണമെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യും. പക്ഷേ ആൻറ്റിയമ്മയ്ക്ക് അലികയെ തൊട്ട് കളിച്ചാൽ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് തന്നെ ആകെ ഞെട്ടി നിൽക്കാട്ടോ ചെയ്യുന്നത്. ഇവൾ എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്നുള്ളത്. അങ്ങനെ തന്നെ ക്രഷ് വാശിയും ദേഷ്യത്തോടു കൂടി തന്നെ മാനസയോട് പക വീട്ടാനായിട്ട് ഇറങ്ങിയിരിക്കുക. അങ്ങനെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം തന്നെ മാനസയോട് വളരെ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ കൃഷ്ണൻ ഒരിക്കലും ഇനി കഴിയില്ല. കാരണം അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു അലികയെ. അതുകൊണ്ട് തന്നെ അവളെ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പുറത്താക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൃഷ് അവിടെ സ്വീകരിക്കാട്ടോ ചെയ്യുന്നത്. ഇനി ഇവൾ ഇവിടെ നിൽക്കേണ്ട, എൻ്റെ ഭാര്യയായിട്ട് ഇനി എൻ്റെ വീട്ടിലേക്ക് വരണ്ട എന്ന രീതിയിൽ തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് കൃഷ് തയ്യാറാവാട്ടോ ചെയ്യുന്നത്. എന്തായാലും മാനസയ്ക്ക് ഇനി ആ വീട്ടിൽ നിന്ന് പുറത്താവാനുള്ള ഒരു വലിയൊരു അവസരമാണ്. എന്തായാലും അത് അറിഞ്ഞ സ്ഥിതിക്ക് സാഗറും ഇതിനെ അനുകൂലിച്ച് തന്നെ കേട്ടോ നിൽക്കുക. ഇത്രയും കാണിച്ചുകൊണ്ട് എന്നൊരു പ്രമോ കഴിഞ്ഞ എപ്പിസോഡായിട്ട് നാളെ